ഗൈസ്, നമ്മൾ ഇന്നുള്ളത് ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ബാട്ടി ചോക്ക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. നമ്മളിന്ന് ഡിന്നർ കഴിക്കാനാണ് വന്നത്. നമ്മൾ ഇന്ന് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് കുറച്ച് ഫേമസ് ഫുഡ് സ്പോട്ട്സ് ഉണ്ട് വാരണാസിയിൽ, അത് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഫുഡ് സ്പോട്ടാണ് ബാട്ടി ചോക്ക. അങ്ങനെ നമ്മൾ ബാട്ടി ചോക്കയ്ക്ക് അകത്ത് കയറി. ഇതാണ് നമ്മൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു അതായത് പെർ ഹെഡ് 359 റുപ്പീസാണ് ഉള്ളത്. 394 ആണ് പെർ ഹെഡ് ഉള്ളത്. നല്ല ആംബിയൻസ് ഉണ്ട് ഗൈസ്. എന്തായാലും കയറിയിരിക്കാവേ. നമ്മൾ അകത്ത് കയറി ഇവിടെ സീറ്റൊക്കെ ഇരുന്നു. എന്നിട്ട് ഇതാണ് അവരുടെ മെനു കാർഡ്. ഇതിൽ 2 സ്പെഷ്യൽ ബാട്ടി ചോക്കയും ഒരു റൊട്ടി താലി. എനിക്ക് റൊട്ടി താലി, അമ്മയ്ക്ക് അച്ഛനും സ്പെഷ്യൽ ബാട്ടി ചോക്കയാണ് ഓർഡർ ചെയ്തത്. എന്നാലും ഇവിടെ ഈ വുഡൻ പ്ലേറ്റിൽ ഈ ഒരു ഇല വെച്ച് സ്റ്റേപ്ലർ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ലീഫിൻ്റെ പ്ലേറ്റ്, പിന്നെ 2 ക്ലേ പോട്ടുണ്ട്, അതുണ്ട്, പിന്നെ ടിഷ്യൂസ് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. നമുക്ക് 3 ബോട്ടിൽ വെള്ളം വന്നിട്ടുണ്ട്. 3 ബോട്ടിൽസ് ഓഫ് വാട്ടർ. അതിൽ ക്ലിയർ എന്ന് പറഞ്ഞ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആണ്. അത് കോംബോയിലുള്ളതാണ്. തണുത്ത വെള്ളമാണ്. അതെ, ഇവിടെ ഇരുന്ന് തണുത്തേണമെന്ന് അറിഞ്ഞൂടാ, നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഫുഡ് പകുതി വന്നിട്ടുണ്ട്. ഇവിടെ ബട്ടർ മിൽക്ക് വന്നിട്ടുണ്ട്, എന്താ ചട്നി, ടൊമാറ്റോ ചട്നി, പുതിന മിൻ ചട്നി, പിന്നെ തക്കാളി ഒന്ന്, ഇംലി. നമുക്ക് ഫസ്റ്റ് ഇംലി കഴിക്കാം. പുളി അത് മറ്റേ പാനിപൂരിയിൽ കിട്ടുന്ന ടേസ്റ്റ്. ഇതും കൊള്ളാം. കുഴപ്പമില്ല. നമ്മൾ ബാക്കി സാധനങ്ങളും കൂടെ എത്തി. നമ്മൾ 3 ടേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട പപ്പടം ഉണ്ട്. പപ്പടം കൊള്ളാം. എന്തോന്ന് പറഞ്ഞാൽ ഡാലല്ലേ, ഡാൽ കൊള്ളാം. പനീർ കൊള്ളാം. ഇതെന്തോ സാധനം എനിക്ക് അറിഞ്ഞിട്ടില്ല. അരിയിലുണ്ടാക്കിയ എന്തോ ഒരു സാധനം. ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ 2 ബോളുണ്ട്, ബാട്ടി ചോക്ക. ഇത് ഞാൻ റൊട്ടി താലിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാട്ടി ചോക്ക എൻ്റെ വരില്ല. കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ 4 റൊട്ടി വരുന്നുണ്ട്, ദഹി വരുന്നുണ്ട്, പരിപ്പ് കറിയുണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പനീറുണ്ട്. എന്തോന്ന് പറഞ്ഞ എന്തോ ഒരു മിൻ പോലത്തെ എന്തോ ഒരു കറി. നമുക്ക് എന്തായാലും പപ്പട് കൊള്ളാം. റൊട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൊട്ടി നമുക്ക് ഇത് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പനീറാണ്, ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഈ അടുത്ത നമുക്ക് ഇത് ടേസ്റ്റ് നോക്കാം. ബട്ടർ മിൽക്ക് കൊള്ളാം. ദഹിക്ക് ഉപ്പില്ലാന്നേ ഉള്ളൂ. പിന്നെ കോളിഫ്ലവർ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഖീറും കൂടെ ഉണ്ടായിരുന്നു സ്വീറ്റ് ആയിട്ട്. ഇത് നമ്മളെ പാലട പായസം പോലെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ ബാട്ടി ചോക്കയുടെ വിശേഷം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഫുഡ് സ്പോട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത ഫുഡ് സ്പോട്ട് ശ്രീജി മലായി ആണ്. ശ്രീജി മലായി കഴിക്കാൻ വരുന്ന മെയിൻ കാരണം ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ ശ്രീജി മലായി ട്രൈ ചെയ്തിട്ട് വേറെ എന്തും ഞാൻ ട്രൈ ചെയ്യുമെന്ന്. അങ്ങനെ നമ്മൾ ശ്രീജി മലായി കഴിക്കാൻ നമ്മൾ നടന്നു പോയി അവസാനം
ശ്രീജി മലായി കിട്ടി. അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ പറയുന്നില്ല ഇത് ട്രൈ ചെയ്യില്ലെന്നൊന്നും പറയുന്നില്ല, ട്രൈ ചെയ്യണം. ഒരു ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഈ മലായി. പക്ഷേ ഇവിടെ വന്ന് തന്നെ ട്രൈ ചെയ്യണമെന്നൊന്നുമില്ല, എവിടെ നിന്നാണെങ്കിലും ട്രൈ ചെയ്യാം. ഇവിടെ നിന്ന് ട്രൈ ചെയ്യണത് വേറൊരു ടേസ്റ്റ്. ചില ആൾക്കാർക്ക് ഈ മലായി ഇഷ്ടമാണ്, എനിക്ക് അത്രയ്ക്ക് പൊതുവെ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഫുഡ് സ്പോട്ടായ കേസറിയ താലി കഴിക്കാനാണ് പോയത്. കേസറിയ താലി കഴിക്കാൻ നമ്മളൊരു ഉച്ച സമയം നല്ല വിശന്ന് ഒരു 3 മണിയൊക്കെ ആയിട്ടോ നടന്നാണ് പോയതും. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവസാനം വിശന്ന് കുടൽ കരിഞ്ഞ് അവിടെ എത്തി ഫുഡ് കണ്ടതും എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ. ഇവിടെ 21 ഡിഷസിൻ്റെ താലിയാണുള്ളത്. അതിൽ എനിക്ക് ഹാഫാണ് പറഞ്ഞത്, അമ്മയ്ക്കും അച്ഛനും ഫുള്ളാണ് പറഞ്ഞത്. പക്ഷേ ഇതാണ് കേട്ടോ കേസറിയ താലി. ഇത് വരുന്നത് മറ്റേ ശിവാലയുടെ അടുത്താണ്. അങ്ങനെ അമ്മയ്ക്കും അച്ഛനും ഫുള്ളും എനിക്ക് ഹാഫുമാണ് പറഞ്ഞത്. പക്ഷേ ഫുള്ളിൻ്റെ ആ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഹാഫും തന്നത്. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ഡൈജഷനൊക്കെ നന്നായിട്ടുള്ള ഒരു സംഭവം, ഒരു ഡ്രിങ്ക് തന്നായിരുന്നു. എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പിന്നെ കുടിച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പപ്പഡ് കിട്ടി, കട്ട് ഫ്രൂട്ട്സ് കിട്ടി, ദോക്ല കിട്ടി. ആ കേക്ക് പോലെ ഇരിക്കുന്നില്ലേ ആ യെല്ലോ കളറ്, ഇത് കട്ട്ലറ്റാണേ ഞാനിപ്പോൾ കഴിക്കുന്നത്. ഈ കട്ട്ലറ്റ് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഇതിൽ ചില താലിയിൽ ചില സംഭവങ്ങൾ എനിക്കിഷ്ടപ്പെട്ടു. അതിലൊന്ന് ഈ കട്ട്ലറ്റായിരുന്നു. പിന്നെ ഇത് ദോക്ല എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. എനിക്ക് അത് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ദോക്ല എന്ന് പറഞ്ഞാൽ. എനിക്കിഷ്ടമല്ല അത്. പിന്നെ നമുക്ക് മീൻ ചട്നി ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഇംലി ചട്നി, അത് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ മറ്റേ ചുണ്ടയ്ക്ക എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അതേപോലത്തെ പയറാണെന്ന് തോന്നുന്നു, ചുണ്ടയ്ക്കാണോ പയറാണോ എന്ന് അറിഞ്ഞുകൂടാ, എനിക്കിഷ്ടപ്പെട്ടില്ല. എൻ്റെ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ആ റിയാക്ഷൻ കോമഡിയാണ് കേട്ടോ. എനിക്ക് പല റിയാക്ഷനൊക്കെ ഇടാൻ അറിയാം, പക്ഷെ ഞാൻ ഇടില്ല. പിന്നെ നമുക്ക് ഡാൽ കറി വന്നു. ഡാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു കടല പോലെ ഒരു മഞ്ഞ കളറുള്ളൊരു സംഭവം. പിന്നെ റൈത്ത വന്നു. റൈത്ത നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആദ്യം വിചാരിച്ചു അത് പച്ചടിയോ കിച്ചടിയോ അത് എന്താണെന്ന് വിചാരിച്ചു. പിന്നെയാണ് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് റൈത്തയാണെന്ന് പറഞ്ഞു. അത് പിന്നെ കോളിഫ്ലവറിൻ്റെ ഉണ്ടായിരുന്നു, പനീറിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മലായി കൊഫ്ത ഉണ്ടായിരുന്നു. അതാദ്യം എനിക്ക് ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അത് കഴിച്ച് വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇറ്റ് വാസ് സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പയർ, പിന്നെ മറ്റേ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇട്ടിട്ട് ഒരു അവിയലല്ല, ഒരു കൂട്ടുകറി പോലൊരു സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമുക്ക് റൈസ് തന്നു, റൊട്ടി തന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വീറ്റായിട്ട് ആ ഒരു പേട കണ്ടില്ലേ, അതുണ്ടായിരുന്നു. എനിക്ക് സ്വീറ്റ് അതിലൊന്നും ഇഷ്ടപ്പെട്ടില്ല, ആകെ ഇഷ്ടപ്പെട്ടത് ഗുലാബ് ജാമുൻ മാത്രമാണ്. ഞാൻ പക്ഷേ കഴിച്ച് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ പേട. എനിക്കത് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പേട. ഖീർ തന്നായിരുന്നു. ഖീർ എനിക്ക് മറ്റേ ബാട്ടി ചോക്കയിലെ ഖീർ ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഖീർ എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ഇത് മറ്റേ കേസരി മലായി ആണ്, കേസരി മലായി പോലെ ഉണ്ടാക്കിയത്, അതും എനിക്കിഷ്ടപ്പെട്ടില്ല. ഗുലാബ് ജാമുൻ എനിക്കിഷ്ടപ്പെട്ടു, ഗുലാബ് ജാമുൻ മാത്രമേ ഞാൻ അതിൽ നിന്ന് കഴിച്ചുള്ളൂ. പിന്നെ നമുക്ക് ഈ പപ്പടം പോലെ 2 സാധനം തന്നായിരുന്നു, ആ ഒരു റൊട്ടിയുടെ മുകളിലിരിക്കുന്നത്. ഇത് അത് ഒരു കേക്ക് പോലെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. ഇത് ശർക്കര പോലൊരു സംഭവമാണ്, നല്ല സ്വീറ്റാണ് അത് കഴിക്കാൻ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് മൊത്തം കഴിച്ചില്ല, അതാണ് സത്യം. അതെന്ന് മാത്രമല്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ, താലി മൊത്തം ഞാൻ കംപ്ലീറ്റ് ആക്കിയല്ല. പക്ഷേ നിങ്ങൾ കേസരിയ താലിയിൽ വരണം, താലി മൊത്തം കഴിക്കണം, നല്ല. ഇനി നമ്മുടെ നെക്സ്റ്റ് ഫുഡ് സ്പോട്ട് ഐ ലവ് ബബ തണ്ടായി. തണ്ടായി കുടിക്കാനാണ് നമ്മൾ വന്നത്. തണ്ടായി ശരിക്കും ബാങ്കൊക്കെ ഇട്ടുള്ള സാധനമാണ്, പക്ഷെ നമ്മൾ ബാങ്കൊന്നും ഇട്ട് കുടിച്ചില്ല, നോർമലായിട്ടുള്ള ബാബ തണ്ടായാണ് കുടിച്ചത്. ബട്ട് ദ ബാബ തണ്ടായി വാസ് സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബാബ തണ്ടായി. മലായൊക്കെ കാട്ടിയും കൊള്ളായിരുന്നു ബാബ തണ്ടായി. എല്ലാവരും ബാബ തണ്ടായി കുടിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഉച്ചയായപ്പോൾ, ഇത് എപ്പോഴും ഉച്ച എന്ന് പറയണ കാരണം ഞാനിത് ഓരോ ദിവസമായിട്ട് പോയി കഴിച്ച വീഡിയോ ആണ്. ഇത് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കഴിച്ചതാണ് കേസരിയ താലി, ഇന്ന് കഴിച്ചതാണ് ഗംഗ കാഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു കട. ആ ഒരു ഷോപ്പിൽ പിസ്സ ഉണ്ട്. ശരിക്കും എനിക്ക് ഈ ഷോപ്പിൽ കയറാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മൾ നോക്കി വെച്ചിരുന്ന പിസ്സേരിയ വാട്ടിക്ക ക്യാഫേ എന്ന് പറഞ്ഞ് അസിഗട്ടിലെ മന്ദിറിൻ്റെ അടുത്തുള്ള ക്യാഫേയിലായിരുന്നു.
പക്ഷേ അവിടെ 1.5 hours, അതായത് 5 o'clock വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്താലേ നമുക്കവിടെ ഫുഡ് കിട്ടുമോ സീറ്റ് കിട്ടുള്ളൂ. നമുക്ക് 6 o'clock ആരതി തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് സീറ്റ് പിടിക്കണ്ടേ. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഗംഗ കാഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിൽ കയറി. എനിക്ക് പിസ്സ കിട്ടാത്തതിൻ്റെ മുഖം കാണണമായിരുന്നു. കോമഡി ആയിരുന്നു കേട്ടോ. സോ ഫണ്ണി. അയ്യോ. പിന്നെ നമ്മളെവിടെ എത്തി? ഈ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ പിസ്സ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിസ്സയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇതാണ് ആ കാഫേയുടെ പേര്, ഗ്രീൻ ഗംഗ കാഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്. ഗ്രീൻ ഗംഗ കാഫേ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. അല്ല, ഞാൻ മർഗരീറ്റ പിസ്സയാണ് പറഞ്ഞത്. 280 rupees. ഞാനും അമ്മയെ ഷെയർ ചെയ്തെടുത്തു. അച്ഛൻ ഒരു സ്പെഷ്യൽ താലിയാണ് പറഞ്ഞത്. ഇവിടെ പിസ്സ മാത്രമല്ല, താലി കിട്ടും, റൊട്ടി കിട്ടും, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിസ്സയാണ് ഓർഡർ ചെയ്തത്, മാർഗരീറ്റ പിസ്സ. എന്ന് വെച്ചാൽ മൊത്തത്തിൽ ചീസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എൻ്റെ ആ ചെറിയ ഷോൾഡർ ഡാൻസ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള പിസ്സയാണെന്ന്. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. എനിവേ, അച്ഛൻ കഴിക്കാതിരിക്കുക. നിങ്ങൾ വന്ന് ഗ്രീൻ ഗംഗ കാഫേ ആൻഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പിസ്സ കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം കഴിക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് ബ്ലൂ ലസ്സിയാണ്. ബ്ലൂ ലസ്സി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ലസ്സി കിട്ടും. ബ്ലൂ ലസ്സി എന്ന് വെച്ചാൽ ബ്ലൂ കളറിലുള്ള ലസ്സിയല്ല, ഇവിടെ ഷോപ്പിൻ്റെ പേരാണ് ബ്ലൂ ലസ്സി എന്ന്. അവിടെ നമ്മളൊരു റബഡി ലസ്സി വാങ്ങിച്ചു, ഒരു ഡ്രൈ ഫ്രൂട്ട് ലസ്സി വാങ്ങിച്ചു, ഒരു മിക്സഡ് ഫ്രൂട്ട് ലസ്സിയും വാങ്ങിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലസ്സി മൂന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ലസ്സി അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടം ഈ ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസാണ്. ചിക്കൻ നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ഈ സാധാരണ ലസ്സി എന്ന് പറയുമ്പോൾ നല്ല മധുരമൊക്കെ അല്ലേ, ഇത് പുളിപ്പും മധുരം കൂടെ മിക്സായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വീഡിയോ കണ്ടിട്ട് കൊള്ളാമെന്ന് പറയണം. പക്ഷേ ഇതിൽ ഈ റബഡി ലസ്സിയും ഡ്രൈ ഫ്രൂട്ട് ലസ്സിയും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് മിക്സഡ് ഫ്രൂട്ട് ലസ്സിയാണ്. മിക്സഡ് ഫ്രൂട്ട് അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടില്ല മിക്സഡ് ഫ്രൂട്ട്. പക്ഷേ റബഡി ലസ്സിയും ഡ്രൈ ഫ്രൂട്ട് ലസ്സിയും, റബഡി ട്രൈ ചെയ്തില്ലെങ്കിലും മിക്സഡ് ഫ്രൂട്ട് ട്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട് ലസ്സി ട്രൈ ചെയ്തേ പറ്റൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന സ്പോട്ട് ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. കാരണം ഈ മാഗി ഞാൻ അത്രയ്ക്ക് സ്പെഷ്യലായിട്ട് കരുതിയിട്ടില്ല. എൻ്റെ ചീമ, അതായത് എൻ്റെ കുഞ്ഞമ്മയില്ലേ, അവൾ പറഞ്ഞു നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ മാഗി, നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ ഒരു ഷോപ്പിൽ ഒരു മാഗി ഓർഡർ ചെയ്തായിരുന്നു. ആ മാഗിക്ക് നോർമൽ മാഗിയുടെ ടേസ്റ്റായിരുന്നു. പക്ഷേ ഇത് നമ്മൾ ആ ഗംഗ അരുതി കാണാൻ പോകുന്ന ആ സ്ഥലത്ത് ഒരു മാഗി ചേട്ടൻ ഉണ്ടായിരുന്നു. ആ മാഗി ചേട്ടൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചാണ്. നല്ല ഷെസ്വാൻ കറിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇവിടെ മാഗി കഴിക്കണം. കണ്ടല്ലോ വാരണാസിയിലെ ബെസ്റ്റ് ഫുഡ് സ്പോട്ട്സ്. ഞാൻ കഴിച്ച ഫുഡ് സ്പോട്ട്സ് ബെസ്റ്റ്. വാരണാസിയിൽ നിങ്ങൾ വന്നാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട കുറച്ച് സ്പോട്ട്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ആ സ്പോട്ട്സിലെല്ലാം നിങ്ങൾ പോകണം. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്, ട്രസ്റ്റ് മീ, നല്ല ടേസ്റ്റാണ്. സോ എല്ലാവരും അവിടെ പോണേ. ടാറ്റാ.